ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഈസ്റ്റ് ഡയറക്ഷനോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ്. വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം 5 മീറ്ററോളം വീതി വരുന്ന റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഇനി 2 വീട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ ലഭിക്കുന്നതിന് വേണ്ടി CNC കട്ടിങ്ങോടുകൂടി വരുന്ന ഡിസൈനും ഗ്രില്ല് വർക്കുകളും നമുക്ക് കാണാം. ഗേറ്റിൻ്റെ 2 പില്ലറയിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 16 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായൊരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. XUV മോഡൽ 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പകല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ഫുൾ സെക്യൂരിറ്റിക്കായി 4 സെക്യൂരിറ്റി ക്യാമറയും മോണിറ്ററും ലഭ്യമായിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഒരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹാള് തന്നെയാണ്. അതിൻ്റെ മുകളിലായി നല്ലൊരു ഷാൻഡിയർ ലൈറ്റും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് 5 അടിയോളം വലിപ്പം വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത വിൻഡോ തന്നെയാണ്. വലിപ്പമാർന്ന വിൻഡോകൾ നമുക്ക് കാണാൻ കഴിയും. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റാണ്. വോൾ ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ളൊരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റും വോൾ ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. നല്ല മനോഹരമായ ഒരു ആൻറ്റിക് ക്ലോക്കെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഷാൻഡിയർ ലൈറ്റും സീലിംഗ് ഫാനും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വലിപ്പം മാറുന്ന 2 വലിയ ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് CCTVയുടെ മോണിറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വലിപ്പമുള്ളൊരു വിൻഡോ നമുക്ക് കാണാം. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഇൻഡോർ പ്ലാനുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അവിടെയായി ഹാങ്ങിങ് ലൈറ്റുകളും നമുക്ക് കാണാൻ കഴിയും. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. ഇവിടെയായി നമുക്കൊരു ചിമ്മിനിയും ഹോബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായി തന്നെയാണ് കിച്ചൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു സിങ്കും നമുക്ക് കാണാൻ കഴിയും. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെയായി ഒരു വാട്ടർ പ്യൂരിഫയറും ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മെയിൻ കിച്ചൺ ചെയ്തേക്കുന്ന പോലെ തന്നെ കബോർഡ് വർക്കുകളും ചിമ്മിനിയും സ്റ്റൗവും ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. മനോഹരമായൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്കാണ് ചെല്ലേണ്ടത്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഗ്ലാസ് പാർട്ടീഷനോടുകൂടി വരുന്ന ഈ ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സിനായി സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ വിൻഡോയും പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായാണ് ബാത്റൂം വരുന്നത്. മുകളിൽ നിന്നും വരുന്ന രീതിയിലുള്ള ഷവറെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബാത്റൂമുകളുടെ നിർമ്മാണം. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. മനോഹരമായ ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് വന്നാൽ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ടഫ് ഗ്ലാസും വുഡുമാണ് ഇവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ട്രീറ്റഡ് വുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്യൂഷിയാണ് ചെയ്തിരിക്കുന്ന മരം. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. താഴെ നിന്ന് കണ്ട ഷാൻലിയർ ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് ഇവിടെയും ലഭ്യമാണ്. അതിലും TV യൂണിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും സ്റ്റഡി റൂമുമാണ് ലഭിക്കുക. കൂടാതെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത മുകളിലെ നിലയിലേക്ക്, അതായത് ടെറസിലേക്ക് പോകുന്നത് ഉള്ളിൽ കൂടി തന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസ് വഴിയാണ്. മുകളിലെ നിലയിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ബാത്റൂമും ഡ്രസ്സ് വാഷ് ചെയ്തിടാവുന്ന ഒരു പ്രൊവിഷനും വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഒരു പ്രൊവിഷനും എല്ലാം കൊടുത്ത് തന്നെയാണ് മുകളിലെ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് കാണാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമുകളെല്ലാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ്. ഏകദേശം 2540 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വർക്ക് ഏരിയ സ്പേസും മുകളിലെ ഒരു ടെറസ് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കും വരുന്നുണ്ട്. ഇത് രണ്ടും പെടാതെയാണ് ഈ 2500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. സ്റ്റഡി റൂം ഈ ഒരു ഭാഗത്തായാണ്. അവിടെ ഒരു സ്റ്റഡി ടേബിൾ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും മുകളിലെ നിലയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4.770 സെന്റിൽ 2540 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,47 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.